ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ട്രംപിൻ്റെ താരിഫ് നയം വീണ്ടും മാർക്കറ്റിനെ ബാധിച്ചിരിക്കുകയാണ്. ഇന്ന് നിഫ്റ്റി വീണ്ടും 203 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 24,565 ക്ലോസ് ചെയ്തത്. വരുന്ന ആഴ്ചയിൽ നമുക്ക് ഇതിൻ്റെ ആക്ച്വലുള്ള ഇമ്പാക്റ്റ് എന്താണെന്ന് അറിയാൻ സാധിക്കും. നിഫ്റ്റി ബാങ്ക് ഇന്ന് 344 പോയിൻറ്റ്സ് കുറഞ്ഞ് 55,617 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് 763 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 56,637 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് എന്ന് 298 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 17,668 ക്ലോസ് ചെയ്തു. ഇതിൽ നിഫ്റ്റി മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും എബവ് 1% ഇടിവാണെന്ന് രേഖപ്പെടുത്തിയത്. ഇന്ത്യ വിക്സ് ഇന്ന് 11.97 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 585 പോയിൻറ്റ്സ് കുറഞ്ഞ് 80,599 ക്ലോസ് ചെയ്തു. DIA ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് DIA 3,186 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII വീണ്ടും സെല്ലിംഗ് തുടരുകയാണ്. 3,366 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ഈ ആഴ്ചത്തെ DIA ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച ആകെ മൺഡേ ടു ഫ്രൈഡേ DIA 24,300 കോടി രൂപ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII ഈ ആഴ്ച എല്ലാ ദിവസവും സെല്ലിംഗ് മോഡിലായിരുന്നു. 20,524 കോടി രൂപയുടെ നെറ്റ് സെല്ലായിരുന്നു FIIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. സെക്ടർ വൈസ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇന്ന് നിഫ്റ്റി FMCG മാത്രമേ ഗ്രീനിൽ ക്ലോസ് ചെയ്തുള്ളൂ. ബാക്കിയുള്ള സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്തത്. നല്ല ഇടിവാണ് കാണാൻ സാധിച്ചതെന്ന്. നിഫ്റ്റി ഓട്ടോ എബവ് 1% ഇടിവുണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ എബവ് 2% ഇടിവുണ്ടായി. നിഫ്റ്റി ഇൻഫ്ര, നിഫ്റ്റി IT, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ്, നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് എബവ് 1% ഇടിഞ്ഞപ്പോൾ നിഫ്റ്റി ഫാർമ എന്ന് 3% കനത്ത ഇടിവാണ് കാണാൻ സാധിച്ചത്. നിഫ്റ്റി ഓട്ടോ എന്ന് 23,410 ക്ലോസ് ചെയ്തപ്പോൾ 244 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി 227 പോയിൻറ്റ്സ് കുറഞ്ഞ് 34,889 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 157 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 26,492 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 384 പോയിൻറ്റ്സിന് ഗെയിൻ ഉണ്ടായി. 56,197 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഹെൽത്ത് കെയർ 411 പോയിൻറ്റ്സ് കുറഞ്ഞ് 14,468 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 8969 ക്ലോസ് ചെയ്യുമ്പോൾ 96 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി IT ഇന്ന് 652 പോയിൻറ്റ്സ് കുറഞ്ഞ് 34,649 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 1616 ക്ലോസ് ചെയ്തപ്പോൾ 9 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മെറ്റൽ എന്ന് 183 പോയിൻറ്റ്സ് കുറഞ്ഞ് 9102 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 11,090 ക്ലോസ് ചെയ്തപ്പോൾ 171 പോയിൻറ്റ്സിൻ്റെ കുറവ് കണ്ടു. നിഫ്റ്റി ഫാർമയാണ് കൂടുതലായിട്ടുള്ള എഫക്റ്റുള്ള സെക്ടേഴ്സ്. എക്സ്പോർട്ട് കാര്യങ്ങളിൽ അമേരിക്കയായിട്ടുള്ള താരിഫിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ നിഫ്റ്റി ഫാർമയാണ് അത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്തത്. അതുകൊണ്ട് 759 പോയിൻറ്റ്സ് നിഫ്റ്റി ഫാർമ ഇടിഞ്ഞു 22,011 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 6773 ക്ലോസ് ചെയ്തപ്പോൾ 77 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി റിയാലിറ്റി 16 പോയിൻറ്റ് കുറഞ്ഞ് 896 ഇന്ന് ക്ലോസ് ചെയ്തത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 632 കമ്പനികൾ മാത്രമേ ഗ്രീനിൽ ക്ലോസ് ചെയ്തുള്ളൂ. ബാക്കി 2035 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡ് ഇന്ന് 3.21% റാലി നടത്തി. ഏഷ്യ മോട്ടോഴ്സ് 2.21%, ഏഷ്യൻ പെയിൻറ്റ് 1.58%, ഹിന്ദുസ്ഥാൻ യൂണിലിവർ 1.30%, നെസ്ലെ ഇന്ത്യ 1.20%, ഹീറോ മോട്ടോകോപ്പ് 1.13%, ITC 1.13%, കോട്ടക് ബാങ്ക് 0.87%, ബജാജ് ഓട്ടോ 0.59% ആൻഡ് റിലയൻസ് 0.28% റാലി നടത്തി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സൺഫാർമ എന്ന് 4.54% കുറവ് കണ്ടു. ഡോക്ടർ റെഡ്ഡി 3.85%, അദാനി എൻ്റർപ്രൈസസ് 3.67%, സിപ്ല 3.19%, ടാറ്റ സ്റ്റീൽ 3.13%, ഇൻഫി 2.70%, ടാറ്റ മോട്ടോഴ്സ് 2.44%, ശ്രീറാം ഫിനാൻസ് 2.41%, വിപ്രോ 2.38% ആൻഡ് SBI ലൈഫ് 2.14% ഫോളാണെന്ന് കാണാൻ സാധിച്ചത്. ഇതൊരു ബയോ സെല്ലോ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ന്യൂസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ നിഫ്റ്റി 24,235 നിന്നത്. അവിടെ നിന്ന് 24,565 നിൽക്കുമ്പോൾ 2.66% ലോസാണ് കഴിഞ്ഞ 12 മന്ത്സിൻ്റെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റിൽ കാണാൻ സാധിക്കുന്നത്.
നിഫ്റ്റിയുടെ ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,565 ക്ലോസ് ചെയ്തപ്പോൾ 3.46% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 24,680 ക്ലോസ് ചെയ്തു, ട്യൂസ്ഡേ 24,821 ക്ലോസ് ചെയ്തു, വെനസ്ഡേ 24,855 ക്ലോസ് ചെയ്തു, തേഴ്സ്ഡേ 24,768 ക്ലോസ് ചെയ്തു, ഇന്ന് ഫ്രൈഡേ 24,565 ക്ലോസ് ചെയ്തത്. ആകെ 1.61% ലോസാണ് നിഫ്റ്റിയിൽ ഈ ആഴ്ച കാണാൻ സാധിച്ചത്. ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി മൺഡേ കാണാം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിച്ചുകൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.